ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം എന്ന അഞ്ചാമത്തെ പർവ്വത്തില് യാനസന്ധ്യപർവം എന്നും ഭഗവത് യാനപർവം എന്നും ഒക്കെയുള്ള ചെറിയ പർവ്വങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഭഗവത് യാന പർവ്വത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരുടെ സന്ദേശവുമായി ധൃതരാഷ്ട്രരുടെ സഭയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അവിടെ എന്ത് തരം സന്ദേശമാണ്, ഏത് രീതിയിലാണ് സന്ദേശം അവിടെ അറിയിക്കേണ്ടത് എന്ന കാര്യം യുധിഷ്ഠിര മഹാരാജാവ് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു. അതായത് സന്ധിയാണ് ചെയ്യേണ്ടത്. സന്ധി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്, യുദ്ധം ഒഴിവാക്കാൻ തയ്യാറാണ്, അതിന് 5 ഗ്രാമങ്ങൾ വിട്ടു തന്നാൽ മതി. അതുകൊണ്ട് ഈ കൗരവ വംശം മുടിഞ്ഞു പോകാതെ ബാക്കിയാകട്ടെ, നിലനിൽക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിനു പോലും വാസ്തവത്തിൽ ദുര്യോധനൻ തയ്യാറല്ല. മുമ്പേ തന്നെ ആ കാര്യം പാഞ്ചാലന്റെ ദൂതൻ വഴി അറിയിച്ചതാണ്. ഈ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അവസാന ശ്രമം എന്ന രീതിയിലാണ് അദ്ദേഹം ദൂതിന് പോകുന്നത്. പാണ്ഡവന്മാർ 5 പേരുടെയും പാഞ്ചാലിയുടെയും ഒക്കെ തന്നെ മനസ്സ് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ വളരെ തന്ത്രപൂർവകമായിട്ടാണ് അവരോടും സംസാരിച്ചത്. അപ്പോൾ യുധിഷ്ഠിരനും ഭീമനും സന്ധി വേണമെന്ന് പറഞ്ഞു. ഭീമസേനൻ അത് പറഞ്ഞ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അല്പം ഒന്ന് അത്ഭുതപ്പെടുകയും അതോടൊപ്പം തന്നെ ഭീമനെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, നീ ഭയന്ന് പിന്മാറുകയാണോ, നിന്റെ ഉഷാർ എവിടെ പോയി, നിന്റെ ഊർജ്ജസ്വരത എവിടെ പോയി, നിന്റെ യുദ്ധവീര്യം എവിടെ പോയി എന്ന രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിമാനത്തിൽ ചെറുതായിട്ടൊരു ക്ഷതം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉണർത്തി വിടുകയാണ്. അർജുനനും ഏകദേശം ധർമ്മപുത്രരുടെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അവിടെ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ദൈവം, അതായത് പ്രാരബ്ധവും പൗരുഷവും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ എത്ര ശ്രമിച്ചാലും ദൈവം, അതായത് പ്രാരബ്ധം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞപ്പോൾ അർജുനൻ അതിനെ ഖണ്ഡിച്ചു. ഭഗവാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം എന്ന രീതിയിൽ പറഞ്ഞു. അത് ശ്രീകൃഷ്ണ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ നടന്നു. ഏറ്റവും ഒടുവിൽ നകുലനെ കണ്ടു. നകുലൻ ഭഗവാനോട് പറഞ്ഞത് ശത്രുക്കളുടെ അഭിപ്രായം അറിഞ്ഞ് സമയാനുകൂലമായിട്ട് അങ്ങ് പ്രവർത്തിക്കണം എന്നാണ്. വനവാസകാലത്ത് എനിക്കും രാജ്യചിന്തയൊന്നും ഇല്ലായിരുന്നു, അന്ന് ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, രാജ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. 7 അക്ഷൗഹിണി സൈന്യം നമുക്കുണ്ട്, അത് യുദ്ധത്തിൽ ജയിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് അത് ദുര്യോധനെ അറിയിക്കുക, പക്ഷേ ദുര്യോധന വ്യഥയുണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കരുത് എന്ന് അദ്ദേഹവും പറഞ്ഞു. സഹദേവനാണ് അല്പം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ധർമ്മരാജാവ് പറഞ്ഞത് സനാതന ധർമ്മമാണ്, യുദ്ധം അവസാന ഘട്ടത്തിൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് സനാതന ധർമ്മമാണ്, അഹിംസയാണ് വേണ്ടത്, സന്ധിയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് യുദ്ധം തന്നെ വേണം. അവർ സന്ധിക്ക് വന്നാൽ പോലും യുദ്ധം തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പാഞ്ചാലിയുടെ കഷ്ടത ഓർക്കുമ്പോൾ, പാഞ്ചാലി അനുഭവിച്ചതായ ദുഃഖം ഓർക്കുമ്പോൾ, അപമാനം ഓർക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അവരെ വധിക്കാതെ, കൊല്ലാതെ അവരെ വെറുതെ വിടാൻ സാധിക്കുക? ഭീമനും അർജുനനും യുധിഷ്ഠിരനും പറഞ്ഞ കാര്യങ്ങൾ അവർ ധർമ്മമാണ് പറഞ്ഞതെങ്കിൽ പോലും അവർ പറഞ്ഞ ആ അഭിപ്രായം ഞാൻ തള്ളിക്കളയുന്നു. വ്യക്തമായിട്ട് ഏറ്റവും ഇളയവനായ സഹദേവൻ തൻ്റെ 4 ജ്യേഷ്ഠന്മാരുടെയും അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുകയാണ്, യുദ്ധമാണ് വേണ്ടത്. അത് കേട്ട് സാത്വികി, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റമിത്രവും സഹായിയുമായ സാത്വികി, അർജുന ശിഷ്യനായ സാത്വികി പറയുന്നു, സഹദേവൻ പറഞ്ഞതാണ് ശരി. ദുര്യോധന വധം കൊണ്ട് മാത്രമേ എനിക്കും കോപത്തിന് ശമനം ഉണ്ടാവുകയുള്ളൂ. വൽക്കലമണിഞ്ഞ് കാട്ടിലേക്ക് പോകുന്ന പാണ്ഡവന്മാരെ ഓർക്കുക. രണകർക്കശനായ സഹദേവൻ പറഞ്ഞതോട് ആരും യോജിച്ചു പോകും. എല്ലാ യോദ്ധാക്കളും, നമ്മുടെ കൂടെയുള്ള എല്ലാ യോദ്ധാക്കളും ആഗ്രഹിക്കുന്നത് യുദ്ധം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ 7 അക്ഷൗഹിണി പട അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്, അനേകം രാജാക്കന്മാരും. അവരിൽ നിന്ന് ഭീമമായ ഒരു സിംഹനാദമുണ്ടായി. എന്ന് വെച്ചാൽ അവർ സിംഹം ഗർജിക്കുന്നത് പോലെ ഈ 7 അക്ഷൗഹിണി പടയും അവിടെ വെച്ച് ഒരു ഉഗ്രമായ ഗർജനം ചെയ്തു. സാത്വികിയുടെ വാക്കുകൾക്ക് സാധു സാധു എന്ന, അതായത് അതിനെ അംഗീകരിക്കുന്നു, ഞങ്ങൾ നിന്റെ കൂടെയാണ്, അങ്ങയുടെ കൂടെയാണ് എന്നുള്ള അഭിപ്രായം അവർ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിയുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. രാജ്ഞസ്തു വചനം ശ്രുത്വാ ധർമാർത്ഥസഹിതം ഹിതം കൃഷ്ണ ദാശാർഹമാസീനം അഭവി ശോകകരിഷിത. ശോകം കൊണ്ട് ക്ഷീണിച്ചവളായ ആ കൃഷ്ണ പാഞ്ചാലി ധർമ്മത്തിനും അർത്ഥത്തിനും ഹിതകരമായിട്ടുള്ളതും ധർമാർത്ഥ സഹിതമായിട്ടുള്ളതുമായ ധർമ്മരാജാവിൻ്റെ യുധിഷ്ഠിരൻ്റെ വാക്കുകൾ കേട്ടിട്ട്
ശ്രീകൃഷ്ണനോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ വ്യാസൻ പറയാൻ ആഗ്രഹിക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞത് തന്നെയാണ് ധർമാർത്ഥ സഹിതം. ധർമ്മം അത് തന്നെയാണ്. എങ്കിലും പാഞ്ചാലിക്ക് പറയാനുള്ള ചില അവനവൻ്റെ ചില ദുഃഖങ്ങൾ, പ്രതികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സീമന്തിനി, ഒരു ധർമ്മപത്നി എന്ന രീതിയിൽ പാഞ്ചാലിയുടെ രോഷവും ദുഃഖവും പ്രകടിപ്പിക്കാനുള്ള അവസരം ഇവിടെ കൊടുക്കുകയാണ്. അത് വളരെയധികം നമ്മുടെ മനസ്സിനെ മഥനം ചെയ്യുന്ന ചില വാക്കുകളുമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പോലും, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനസ്സിനെ പോലും മഥനം ചെയ്ത അത്യുജ്വലമായ വാക്കുകളാണ് പാഞ്ചാലി പറഞ്ഞത്. പാഞ്ചാലിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. മഹർഷിയാണ്, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ധർമ്മപത്നിയാണ്, പട്ടമഹർഷിയാണ്, ഭരണം കൈയാളുന്നവളാണ്. അതുകൊണ്ട് തന്നെ പാഞ്ചാലിയുടെ അഭിപ്രായത്തിന് അവിടെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളതും ഒരു സ്ത്രീക്ക് കിട്ടുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ്, പദവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാഞ്ചാലി പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഭീമസേനം ച സംശാന്തം ദൃഷ്ട്വാ പരമദുർമന അശ്രുപൂർണേക്ഷണ വാക്യമുവാചേതം മനസ്സിനി. ഭീമസേനൻ പോലും ശാന്തിയുടെ ദൂതനായിട്ട്, ശാന്തിയുടെ ആളായിട്ട് പറഞ്ഞപ്പോഴാണ് വളരെയധികം ദുഃഖത്തോടു കൂടി കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ പാഞ്ചാലി ശ്രീകൃഷ്ണനോട് കാര്യം പറയുന്നത്. ധർമ്മജ്ഞനായ അല്ലയോ മധുസൂദന, ധർമ്മം അറിയുന്നവനായ മധുസൂദന, അങ്ങക്ക് അറിയാവുന്ന കാര്യമാണ്, കള്ളക്കളി കൊണ്ടാണ് ദുര്യോധനാദികൾ നമ്മുടെ രാജ്യം കൈക്കലാക്കുകയും നമ്മളെ സുഖഭ്രഷ്ടരാക്കി മാറ്റുകയും ചെയ്തത്. സഞ്ജയൻ വഴി ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രണം അതങ്ങ് കേട്ടു. യുധിഷ്ഠിരൻ്റെ ഹിതവാക്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകളും അങ്ങ് കേട്ടു. 5 ഗ്രാമങ്ങൾ മതി, അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടുകൊള്ളാം, സന്ധിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന വാക്യം മുമ്പേ തന്നെ ദുര്യോധനെ അറിയിച്ച് ദുര്യോധൻ അത് കേൾക്കുകയുണ്ടായില്ല. രാജ്യം നൽകാതെ ദുര്യോധനൻ പറയുന്ന സന്ധി ഒരു കാരണവശാലും അങ്ങ് ചെയ്യരുത്. രാജ്യം തരാതെ പിന്നെ എന്ത് സന്ധിയാണ്? വീണ്ടും കാട്ടിലേക്ക് പോകാൻ പാണ്ഡവനോട് പറഞ്ഞിട്ട് ഒരു സന്ധി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു സന്ധിയല്ല. വാസ്തവത്തിൽ അത് ദുര്യോധനന്റെ തെമ്മാടത്തത്തിന് നമ്മൾ കൂട്ടുനിൽക്കുക എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ആ സന്ധി ഒരിക്കലും അങ്ങ് അവിടെ ചെന്ന് ചെയ്യരുത്. പാണ്ഡവ സൃഞ്ജയ സൈന്യം ധൃതരാഷ്ട്ര സൈന്യത്തെ തോൽപ്പിക്കാൻ, കൊന്നൊടുക്കാൻ പര്യാപ്തമായ ബലമുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് അവിടെ ചെന്ന് സാമവും ദാനവും കൊണ്ട് അർത്ഥം നേടാൻ ശ്രമിക്കുന്നതിൽ യാതൊരു തരത്തിലും അത് സഫലമാവുകയില്ല. അവരുടെ കൃപ കാണിക്കരുത്. സാമം ദാനം മുതലായിട്ടുള്ള 2 സാധാരണ ചതുരുപായങ്ങളാണ് സാമം, ദാനം, ഭേദം, ദണ്ഡം. സാമം എന്ന് വെച്ചാൽ സ്നേഹപൂർവ്വം അനുനയ വാക്കുകൾ പറയുക. ഭേദം, ദാനം എന്ന് വെച്ചാൽ എന്തെങ്കിലും പകരം കൊടുത്തിട്ട് അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ച് കാര്യം നേടുക. ഭേദം എന്ന് പറയുന്നത് ശത്രുക്കളിൽ ഭിന്നത ഉണ്ടാക്കലാണ്. അവസാന കൈയായിട്ട് ദണ്ഡം. ഈ സാമവും ദാനവും അവർ സ്വീകരിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഉപായമായിട്ടുള്ളത് ദണ്ഡം തന്നെയാണ്. അത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവനം കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിക്കാൻ അത് നിവൃത്തികേട് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ പുണ്ടരീകാക്ഷ, പാഞ്ചാലി വിളിക്കുകയാണ്, പുണ്ടരീകാക്ഷ എന്നാണ് ഭഗവാനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അവർക്ക് മഹാദണ്ഡമാണ് കൊടുക്കേണ്ടത്. അത് വേഗം വേണം, ക്ഷിപ്രം, അത് ഏറ്റവും പെട്ടെന്ന് വേണം. അങ്ങയുടെയും സൃഞ്ജയന്മാരുടെയും പാഞ്ചാലന്മാരുടെയും സഹായത്തോടെ അത് പാണ്ഡവന്മാർക്ക് സാധ്യവുമാണ്. അത് അങ്ങയ്ക്ക് യശസ് ഉണ്ടാക്കുന്ന കാര്യവുമാണ്. യുദ്ധം ചെയ്തിട്ട് ശത്രുക്കളെ കൊല്ലുക, അധർമ്മികളെ കൊല്ലുക എന്നുള്ളത് അങ്ങക്ക് യശസ് ഉണ്ടാക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്ന ക്ഷത്രിയന്മാരെ വധിക്കേണ്ടതും ക്ഷത്രിയന്മാരാണ്. ബ്രാഹ്മണരൊഴിച്ചുള്ള മറ്റ് 3 വർണ്ണങ്ങളിലുമുള്ള ആളുകൾ അധർമ്മം ചെയ്താൽ അതിന് ദണ്ഡം കൊടുക്കേണ്ടത്, അവരെ വധിക്കേണ്ടത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. ബ്രാഹ്മണൻ അഗ്രബുക്കാണ്, സമൂഹത്തിന് മുഴുവൻ ഗുരുവാണ്. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് മാത്രം ചെറിയൊരു ഇളവ് കൊടുക്കാവുന്നതാണ് എന്നുള്ളതും പാഞ്ചാലി അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പാഞ്ചാലി അവിടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയൊരു നീതി ശാസ്ത്രം, ദണ്ഡനീതി, ഭാരതീയ ദണ്ഡനീതിയുടെ അടിസ്ഥാനം എന്താണ് എന്ന് പാഞ്ചാലി ഇവിടെ പറയുന്നുണ്ട്. അത് വ്യാസന്റെ വാക്യമായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാം. പാഞ്ചാലി പറയുന്നത് എന്താണ്? യഥാവധ്യേ വധ്യമാനേ ഭവേത് ദോഷോ ജനാർദ്ദന സവധ്യാവധേ ദൃഷ്ട ഇതി ധർമ്മവിദോ വിദു. വളരെ മനോഹരമായ ഒരു സുഭാഷിതമാണിത്. യഥാവധ്യേ വധ്യമാനേ, അവധ്യനെ വധിക്കുന്നത് എങ്ങനെയാണ് ദോഷമായിരിക്കുന്നത് ഹേ ജനാർദ്ദന? അതായത് വധിച്ചുകൂടാത്ത ആളുകളെ വധിക്കുന്നത് ദോഷമാണ്, കുറ്റമാണ്, അപരാധമാണ്, പാപമാണ്, അധർമ്മമാണ് എന്നതുപോലെ തന്നെ വധ്യാവധേ അപി ദൃഷ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വധ്യന്മാരെ, വധിക്കേണ്ടവരായ ആളുകളെ വധിക്കാതിരിക്കുക. വധ്യന്മാരെ അവധം എന്ന് വെച്ചാൽ വധിക്കാതിരിക്കുക, അതിലും ദോഷമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാരതീയ ദണ്ഡനീതി, ഇപ്പോൾ ആധുനികമായ ദണ്ഡനീതിയിൽ ഇന്നത്തെ നമ്മുടെ ശിക്ഷാ നിയമം നമുക്കറിയാം.
അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ശിക്ഷാ നീതി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പഴയ കാലത്ത് പറഞ്ഞു കേട്ടിൽ നമ്മുടെ പൗരധർമ്മത്തിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1000 അപരാധികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് എന്താണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഭാരതീയ ദണ്ഡനീതി അങ്ങനെയല്ല. മറിച്ച് അവധ്യന്മാർ വധിക്കപ്പെടാൻ പാടില്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതുപോലെ തന്നെ അതുപോലെ പ്രാധാന്യമുള്ളതാണ് അപരാധികൾ രക്ഷപ്പെടാനും പാടില്ല, അപരാധികൾക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളതും അതുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ വിട്ടുവീഴ്ചയില്ല. പാപികളെ, അധർമ്മികളെ, കുറ്റവാളികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്, അവരെ ശിക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഭാരതീയ ദണ്ഡനീതി, നമ്മുടെ നിയമസംഹിത, പ്രാചീനമായ നിയമസംഹിത നിഷ്കർഷ പുലർത്തുന്നുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് പാഞ്ചാലി പറയണം, അതുകൊണ്ട് ആ ദോഷം വധ്യന്മാരെ വധിക്കാതെ വിട്ടു എന്നുള്ള ദോഷം അങ്ങേക്കുണ്ടാകരുത്, അങ്ങക്ക് വന്നു പോകരുത്. ഇത് ഇനി ഞാൻ പറയാൻ അങ്ങയോട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയാം. എന്നെ പോലെ നിർഭാഗ്യവതിയായ ദുഃഖിതയായ ഒരു സീമന്തിനി, ഒരു ധർമ്മപത്നി വേറെ ആരാണുള്ളത്? നോക്കൂ, വാസ്തവത്തിൽ എൻ്റെ ജനനവും എൻ്റെ ജീവിതവും ഒക്കെ തന്നെ ശ്രേഷ്ഠമാണ്. സുതാ ദ്രുപദരാജസ്യ വേദിമധ്യാത് സമുത്ഥിത ധൃഷ്ടദ്യുമ്നസ്യ ഭഗിനി തവ കൃഷ്ണ പ്രിയാ സഖി അജമേഢകുലം പ്രാപ്ത സ്നുഷാ പാണ്ഡോർ മഹാത്മന മഹിഷി പാണ്ഡുപുത്രാണാം പഞ്ചേന്ദ്ര സമവർച്ചസാം. ഇവിടെ പാണ്ഡവന്മാരുടെ പത്നി എന്ന കാര്യം പാഞ്ചാലി അവസാനമാണ് പറയുന്നത്. കാരണം പാണ്ഡവന്മാരുടെ പത്നി എന്നുള്ള അത് യോഗ്യതയായിട്ട് ഇപ്പോൾ തോന്നാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം പാണ്ഡവന്മാര് അവരുടെ ധർമ്മപത്നിയെ അവഹേളിച്ചതിന് പ്രതികാരം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് സുതാ ദ്രുപദരാജസ്യ, ദ്രുപദരാജാവിന്റെ മകൾ, വേദിമധ്യ സമുദ്ധിത, യാഗാഗ്നിയിൽ നിന്നും ഉദിച്ചു വന്നവളാണ് ഞാൻ. ധൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന മഹാപരാക്രമിയുടെ സഹോദരിയാണ്. അല്ലയോ കൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ പ്രിയ സഖിയാണ്, പ്രിയ തോഴിയാണ്, അങ്ങയുടെ സുഹൃത്തുമാണ് ഞാൻ. അപ്പൊ അങ്ങ് എന്നെ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. അജമേഢകുലം പ്രാപ്ത, ഈ കുരുവംശത്തിലാണ് ഞാൻ വിവാഹിതയായിട്ട് വന്നു ചേർന്നത്. മഹാത്മാവായിട്ടുള്ള പാണ്ഡു മഹാരാജാവിന്റെ പുത്രവധുവാണ് ഞാൻ. 5 ഇന്ദ്രന്മാരെ, പഞ്ചേന്ദ്രോപാഖ്യാന കഥ നമ്മൾ ആദ്യപർവത്തിൽ കേട്ടതാണ്. 5 ഇന്ദ്രന്മാരാണ് പാണ്ഡവന്മാരായിട്ട് ജനിച്ചതെന്ന് പറയുന്നുണ്ട് അവിടെ. 5 ഇന്ദ്രന്മാരെ പോലെ പരാക്രമികളായ തേജസ്വികളായ പാണ്ഡുപുത്രന്മാരുടെ പത്നിയുമാണ് ഞാൻ. എന്നിട്ടും എനിക്ക് ഈ കഷ്ടത, ഈ ദുഃഖം, ഈ അപമാനം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം അങ്ങ് പ്രത്യേകം ഓർക്കണം. സുതാമേ പഞ്ചഭിർവീരൈ പഞ്ചജാത മഹാരഥാഹ അഭിമന്യുര്യഥാ കൃഷ്ണ തഥാതേ തവ ധർമ്മത. ഇനി പാഞ്ചാലിയുടെ ആ ഒരു കൗശലം, പാഞ്ചാലിയുടെ ഒരു നൈപുണി, എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ മനസ്സ് കവർന്നെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന പാഞ്ചാലി പറയാണ്, ഭഗവാനെ ശ്രീകൃഷ്ണ, എനിക്ക് മഹാവീരന്മാരായ മഹാരഥന്മാരായിട്ടുള്ള 5 പുത്രന്മാരുണ്ട്, പാണ്ഡവന്മാരിൽ ഉണ്ടായ മക്കള്. അഭിമന്യു എങ്ങനെ അങ്ങയുടെ മരുമകനാണോ അതുപോലെ എൻ്റെ 5 മക്കളും അങ്ങയുടെ മരുമക്കൾ തന്നെയാണ്. അഭിമന്യുവിനെ പോലെ തന്നെ അങ്ങക്ക് എൻ്റെ മക്കളിലും അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവരെയും മരുമക്കളായിട്ട് അങ്ങ് കാണേണ്ടതാണ് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ തൻ്റെ 5 മക്കളും ഭഗവാന്റെ മരുമക്കളാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താൻ ഭഗവാന്റെ സഹോദരിയാണ്. അപ്പം നേരത്തെ പറഞ്ഞ മിത്രം, സുഹൃത്ത്, സഖി എന്ന വാക്ക് കുറച്ചുകൂടി അടുപ്പം കാണിച്ചുകൊണ്ട് പാഞ്ചാലി പറയാണ്, ഞാൻ അങ്ങയുടെ സഹോദരി കൂടിയാണ്, എൻ്റെ മക്കള് അങ്ങക്ക് മരുമക്കൾ പോലെയാണ്, അതുകൊണ്ട് അങ്ങക്ക് കൂടുതലാണ് കർത്തവ്യം. സഹോദരിയുടെ മുടിയിൽ കടന്നു പിടിച്ച ദുഷ്ടനെ കൊല്ലാതിരിക്കുക എന്ന് പറയുന്നത് സഹോദരന്മാരുടെ പൗരുഷത്തിന് കളങ്കമുണ്ടാക്കുന്നതല്ലേ. സാഹം കേശഗ്രഹം പ്രാപ്ത പരിക്ലിഷ്ട സഭാം കഥ. അങ്ങനെയുള്ള എന്നെ, ഇത്രയും അങ്ങയുടെ സഹോദരിയും സുഹൃത്തുമായിട്ടുള്ള എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചാണ് സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത് ആ ദുശാസനൻ. പശ്യതാം പാണ്ഡുപുത്രാണം, പാണ്ഡുപുത്രന്മാർ നോക്കി നിൽക്കെ, തൊയ് ജീവതി കേശവ, ഹേ കേശവ, അങ്ങ് ജീവിച്ചിരിക്കെ അങ്ങയുടെ സഖിയെ, അങ്ങയുടെ സഹോദരിയെ ആ സഭയിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നു, മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അങ്ങ് ജീവിച്ചിരിക്കെ എന്ന് വെച്ചാൽ അങ്ങ് ഇനി ജീവിച്ചിരിക്കുന്നത് പോലും വാസ്തവത്തിൽ ശരിയല്ല. കാരണം സ്വന്തം സഹോദരിയുടെ അഭിമാനത്തിൽ കൈവച്ചിട്ട്, ശരീരത്ത് കൈവച്ചവന്റെ ആ കൈ വെട്ടിമാറ്റാതെ അവനെ കൊന്നുകളയാതെ ഇരിക്കുന്ന അങ്ങയ്ക്കും വാസ്തവത്തിൽ ഇതിലൊരു അപമാനത്തിന്റെ ഒരംശമുണ്ട് എന്ന് ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ് പാഞ്ചാലി ചെയ്യുന്നത്. ഒരു വീര പത്നി എന്ന് പറയാം, ഒരു വീര ക്ഷത്രിയ സ്ത്രീ എന്ന് വിളിക്കാൻ തികച്ചും യോഗ്യയാണ് നമ്മുടെ പാഞ്ചാലി. എന്താ പറയുന്നു, ജീവത്സു പാണ്ഡുപുത്രേഷു പഞ്ചാലേഷ്വഥ വൃഷ്ണിഷു ദാസീഭൂതാസ്മി പാപാനം സഭാമധ്യേ വ്യവസ്ഥിത. പാണ്ഡുപുത്രന്മാരായ 5 പേരും ജീവിച്ചിരിക്കെയാണ്, അതുപോലെ എൻ്റെ സഹോദരന്മാരും അച്ഛൻ മുതലായിട്ട് ആളുകളും പഞ്ചാലന്മാരും മുഴുവനും
അതുപോലെ അങ്ങയുടെ ആളുകളായ യാദവന്മാരും ജീവിച്ചിരിക്കെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാധ്യതയുള്ളവരായ ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള പാണ്ഡവന്മാരും യാദവന്മാരും പാഞ്ചാലന്മാരും ജീവിച്ചിരിക്കെ എന്നെ സഭാമധ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. നിരമർഷേഷു അചേഷ്ടേഷു പ്രേക്ഷമാണേഷു പാണ്ഡുഷു. ഒരു അമർഷവുമില്ലാതെ ഒരു ക്രോധവുമില്ലാതെ ഈ പാണ്ഡവന്മാർ അത് നോക്കി തലകുനിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്ത്. പാഹിമാമിത ഗോവിന്ദ മനസാ ചിന്തിതോസിമേ. വളരെ ദീനയായിട്ട് പാഞ്ചാല പറയാണ്, ആ സമയത്ത് എനിക്ക് വിളിക്കാൻ അങ്ങ് മനസ്സുകൊണ്ട് ഞാൻ അങ്ങയെ ചിന്തിച്ചു. പാഹിമാം 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 എന്ന് പറഞ്ഞു. ഹേ ഗോവിന്ദ, മനസാ ചിന്തിതോസിമേ, ഞാൻ അങ്ങയെ മനസ്സുകൊണ്ട് ആ സമയത്ത് സ്മരിച്ചു. വസ്ത്രാക്ഷേപം ചെയ്യുന്ന സന്ദർഭത്തിൽ പാഞ്ചാലി ആകർഷ്യമാണേ വസനെ ദ്രൗപദ്യാശ്ചിന്തിതോ ഹരിഹി എന്നാണ് ആ വാക്യം. അവിടെ സഭാപർവത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ദ്രൗപദി ഉറക്കെ നിലവിളിക്കുകയല്ല ചെയ്തത്. ആ വിളി ആരും കേട്ടിട്ടില്ല. മനസാ ചിന്തിതോ ഹരിഹി എന്നാണ്. ആരുടെ മനസ്സ്? ദ്രൗപദിയുടെ മനസ്സിൽ ഭഗവാൻ സ്മരിക്കപ്പെട്ടു, ചിന്തിക്കപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉറക്കെ വിളിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പല പ്രഭാഷകന്മാരും പറയാറുണ്ട്, ഭാഗവത സപ്താഹത്തിലും മറ്റും. അത് ആളുകളുടെ മനസ്സിൽ ഒരു നല്ല വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാറുണ്ട്, പഠിപ്പും തോങ്ങലും ചേർത്തിട്ട്. പക്ഷേ ദ്രൗപദി മനസ്സുകൊണ്ടാണ് ചിന്തിച്ചതെന്ന് അവിടെയും പറയുന്നു, ഇവിടെയും പാഞ്ചാലി പറയുന്നു, മനസ്സുകൊണ്ട് ഞാൻ അങ്ങയെ ചിന്തിച്ചു. എന്നിട്ടും എനിക്ക് ആരും സഹായിക്കാൻ അന്ന് ഉണ്ടായില്ല. അന്ന് സുശീലനായ ധൃതരാഷ്ട്ര വരം തന്നതുകൊണ്ട് തൽക്കാലം നമ്മളൊക്കെ രക്ഷപ്പെട്ടു, ദാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി ആ രാജ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സഹായിക്കണം. ത്രായസ്വ പുണ്ടരീകാക്ഷ സഭതൃജ്ഞാതി ബാന്ധവാൻ. ഭർത്താക്കന്മാരോടും ബന്ധുജനങ്ങളോടും ജ്ഞാതികളോടൊപ്പം എന്നെ അങ്ങ് തന്നെ രക്ഷിക്കണം ഭഗവാനെ എന്ന് പുണ്ടരീകാക്ഷനായ ഭഗവാനോട് പറയുകയാണ് പാഞ്ചാലി. ഞാൻ ധർമ്മം കൊണ്ട് ഭീഷ്മരുടെയും ധൃതരാഷ്ട്രരുടെയും പുത്രവധുവാണ്, എന്നിട്ട് ഞാൻ ദാസിയായിട്ട് അവിടെ വലിച്ചെടുക്കപ്പെട്ടു. അത് കണ്ടുകൊണ്ട് നിന്ന പാണ്ഡവന്മാരുടെ ബലം, ശൗര്യം, പരാക്രമം അതെന്തിനു കൊള്ളാം? പാഞ്ചാലി അവരെ ധിക്കരിച്ചുകൊണ്ട്, അവരെ നിന്ദിച്ചുകൊണ്ട് പറയാണ്, ധിക് പാർത്ഥസ്യ ധനുഷ്മത്താം ഭീമസേനസ്യ ധിഗ്ബലം എത്ര ദുര്യോധന കൃഷ്ണ മുഹൂർത്തമപി ജീവതി. അർജുനന്റെ ആ ധനുർവേദത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ആ പരാക്രമം, യുദ്ധപരാക്രമം, അമ്പുവില്ലുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായ അത്ഭുത കർമ്മങ്ങൾ അത് ഒന്നിനും കൊള്ളില്ല. കാരണം ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, സ്വന്തം പത്നിയെ അപമാനിക്കപ്പെടുമ്പോൾ ഉപയോഗിക്കാത്ത ആ വീര്യപരാക്രമം എന്തിനു കൊള്ളാം? ഭീമസേനന്റെ ബലവും ഒന്നിനും കൊള്ളില്ല. എന്തുകൊണ്ട്? ഹേ കൃഷ്ണ, ദുര്യോധന മുഹൂർത്തമവി ജീവതി. ആ കുറ്റകൃത്യം ചെയ്ത ദുര്യോധനൻ ഒരു നിമിഷം, ഒരു മുഹൂർത്ത നേരം പോലും ജീവിച്ചിരിക്കാൻ അർഹനല്ല. അവൻ ഒരു മുഹൂർത്തമല്ല, 13 വർഷം സുഖമായി ജീവിച്ചു. അതുകൊണ്ട് ഇവരുടെ ബലപൗരുഷങ്ങളും ആയുധ സാമർഥ്യവും ഒക്കെ തന്നെ പ്രയോജനശൂന്യമാണ്. അത് നിന്ദ്യമാണ്, ഒരു പ്രയോജനവുമില്ല അതിനെക്കൊണ്ട്. ഇദ്ദേഹമനുഗ്രാഹ്യ ഇത് തേസ്തി കൃപാമയി ധാർത്തരാഷ്ട്രേഷോ വൈ കോപ സർവകൃഷ്ണ വിധീയതാം. ഹേ ഭഗവാനെ കൃഷ്ണ, ഞാൻ അങ്ങക്ക് അനുഗ്രഹിക്കപ്പെടേണ്ടവളാണെങ്കിൽ, അങ്ങക്ക് എന്നിൽ കൃപയുണ്ടെങ്കിൽ, ധൃതരാഷ്ട്രപുത്രന്മാരോട് അങ്ങക്ക് കോപമുണ്ടെങ്കിൽ, ഇത് മൂന്നും അങ്ങ് ഒരുമിച്ച് നിർവഹിക്കുക. ഏത്? എന്നെ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്നിൽ അനുഗ്രഹിക്കേണ്ട ഗുണമുണ്ട് എന്ന് തോന്നുക, കൃപ ഉണ്ടായിരിക്കുക, ദുര്യോധനനിൽ കോപമുണ്ടായില്ല. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മൂന്നും പ്രയോഗിക്കേണ്ട സമയം ഇതാണ് എന്ന് പറഞ്ഞ് പാഞ്ചാലി തൻ്റെ മനോഹരമായ ആ മുടി ഇടത് കൈകൊണ്ട് എടുത്ത് കാണിക്കുകയാണ്. ഇത്യുക്ത്വാ മൃദുസംഹാരം വൃദിനാഗ്രം സുദർശനം സുനീലമസിതാപാംഗി സർവഗന്ധാധിവാസിതം സർവലക്ഷണ സമ്പന്നം മഹാഭുജകവർച്ചസം കേശപക്ഷം വരാരോഹ ഗൃഹ്യ വാമേന പാണിന. ആ പാഞ്ചാലിയുടെ മുടി എടുത്ത് കാണിക്കൽ മഹാഭാരതത്തിലെ ഒരു വളരെ സുപ്രധാനമായ ഒരു രംഗമാണ്. കാരണം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാക്കിയത് പാഞ്ചാലിയാണ്. എന്ന് വെച്ചാൽ അത് കാരണക്കാരി പാഞ്ചാലിയാണ് അതിലെ അധർമ്മത്തിന്റെ ഇര. ആ പാഞ്ചാലിക്ക് വേണ്ടിയിട്ടാണ്, ആ പാഞ്ചാലിയുടെ മാനം രക്ഷിക്കാനാണ്, പാഞ്ചാലിക്ക് നഷ്ടപ്പെട്ട മാനത്തിന്റെ പ്രതികാരമാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. പോരാ, പാഞ്ചാലിയുടെ മുടിയാണ് അതിൽ യുദ്ധം ഉണ്ടാക്കിയത്, പാഞ്ചാലിയല്ല. വാസ്തവത്തിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലും പ്രക്ഷിപ്തമാണ്. അങ്ങനെ വസ്ത്രാക്ഷേപം ഉണ്ടായതായിട്ട് മഹാഭാരതത്തിൽ ആ സഭാപർവത്തിൽ ആ സന്ദർഭത്തിൽ അല്ലാതെ മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല. ഇവിടെയും പാഞ്ചാലി പറയുന്നില്ല. കാട്ടിൽ വെച്ച് ഭഗവാനോട് പറയുമ്പോഴും തൻ്റെ വസ്ത്രമഴിച്ച കാര്യം പറയുന്നില്ല, മുടി പിടിച്ച് വലിച്ച കാര്യമാണ് പറയുന്നത്. ഏതായാലും പാഞ്ചാലിയുടെ ഈ ദുശാസന്റെ കൈകൊണ്ട് വലിക്കപ്പെട്ട, ധർഷണം ചെയ്യപ്പെട്ടതായ മുടിയാണ് യുദ്ധമുണ്ടാക്കിയത്. ആ മുടിയുടെ മനോഹാരിത, അതിൻ്റെ ഒരു സൗന്ദര്യം കൂടി വ്യാസൻ അവിടെ പറയുന്നു. മൃദു സംഹാരം, അത് മൃദുവാണ്. പക്ഷെ മൃദുവാണെങ്കിലും അത് ഒരു കുലത്തെ മുടിക്കാൻ
സംഹരിക്കാൻ ശക്തിയുള്ളതായ ആ മുടി. വൃജനാഗ്രം സുദർശനം, കാണാൻ നല്ല ഭംഗിയുള്ളതും ചുരുണ്ടു കിടക്കുന്നതും കറുപ്പ് നിറമുള്ളതും ആയ ആ മുടി പാഞ്ചാലി എന്ത് ചെയ്തു? മഹാഭുജകവർച്ചസം, ഒരു വലിയ പാമ്പിനെ പോലെ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന ആ മുടി. സർവലക്ഷണ സമ്പന്നം, ലക്ഷണമൊത്ത പാഞ്ചാലിയുടെ ആ മുടി തന്റെ വാമേന പാണിന ഗൃഹ്യാന, ഇടത് കൈ കൊണ്ടാണ്. അത് ഒരു മര്യാദയാണ്. നമ്മുടെ മുടി നമ്മൾ തൊടുന്ന സമയത്ത് വലത് കൈ കൊണ്ട് തൊടാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു ശിഷ്ടാചാരമാണ്. ഇടത് കൈ കൊണ്ട് ആ ക്രോധമുള്ള സമയത്ത് പോലും ധർമ്മത്തെ മര്യാദയെ വിടാതെ പാഞ്ചാലി ഇടത് കൈ കൊണ്ട് തന്റെ മുടി എടുത്ത് ഭഗവാനെ കാണിച്ചുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, പത്മാക്ഷി പുണ്ടരീകാക്ഷം ഉപേത്യ ഗജഗാമിനി അശ്രപൂർണേക്ഷണ കൃഷ്ണ കൃഷ്ണം വചനം അബ്രവീത്. മനോഹരമായൊരു പദ്യമാണിത്. അവിടെ പറയുന്നത് പത്മാക്ഷി കൃഷ്ണ, പത്മനേത്രം താമര പോലെ കണ്ണുകളുള്ള കൃഷ്ണ, പുണ്ഡിതീകാക്ഷനായ താമരക്കണ്ണനായിട്ടുള്ള കൃഷ്ണനോട് പറഞ്ഞു എന്നാണ്. രണ്ടുപേരും താമര പോലെ കണ്ണുള്ളവരാണ്, സുന്ദരമായ കണ്ണുള്ള രണ്ടുപേർ പരസ്പരം സംസാരിക്കുന്നു. ഉപേത്യ ഗജഗാമി, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ആ പോക്ക് എങ്ങനെയാണ്? ഗജഗാമിനിയാണ്. ഒരു ആനയുടെ ഉണങ്ങിയുള്ള നടത്തം, ആ ക്രോധം, അതുപോലെ ദുഃഖം, ഇതൊക്കെ തന്നെ പാഞ്ചാലിയെ വരിഞ്ഞു മുറുകുന്ന സമയത്തും പാഞ്ചാലിയുടെ ആ നടത്തത്തിന്റെ ഭംഗി നഷ്ടമായില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ പാഞ്ചാലി മുടി കാണിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് പറഞ്ഞു, സന്ധ്യ സംഭാഷണം ചെയ്യുന്ന സമയത്ത് യുദ്ധം വേണ്ട, ശാന്തിയാണ് വേണ്ടത് എന്ന് അവിടെ ചെന്ന് അങ്ങ് അവരോട് പറയുന്ന സമയത്ത് ഇതാ ഈ മുടി, ദുശാസനൻ വലിച്ചിഴച്ച് ഹർഷിതമായ ഈ മുടി അങ്ങ് ഒന്ന് ഓർക്കേണ്ടതാണ്. ഭീമാർജുനന്മാർ സന്ധികാമുകന്മാരായി തീർന്നിരിക്കുന്നു. അങ്ങനെ സന്ധികാമുകന്മാരായിട്ട് അവര് യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ ഭഗവാനെ, വൃദ്ധനായ എൻ്റെ അച്ഛൻ ധ്രുപദ രാജാവ് സ്വന്തം മക്കളോടൊപ്പം യുദ്ധം ചെയ്യും. എന്നിട്ട് അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് അഭിമന്യുവിനെയും എൻ്റെ മഹാവീരന്മാരായ 5 മക്കളെയും മുൻനിർത്തിക്കൊണ്ട് എൻ്റെ വൃദ്ധനായ അച്ഛൻ യുദ്ധം ചെയ്തിട്ടും എൻ്റെ കുലത്തിൻ്റെ മാനം ഞാൻ രക്ഷിക്കും. ദുശാസനഭുജം ശ്യാമം സംഛിന്നം പാംസഗുണ്ഠിതം യദ്യഹം തു ന പശ്യാമി കാശാന്തർ ഹൃദയസ്യമേ. ദുശാസനന്റെ കറുത്ത ആ കൈകള് യുദ്ധത്തിൽ വെട്ടിമാറ്റപ്പെട്ട് മണ്ണിൽ പുരണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ആ കാഴ്ച കാണാതെ എനിക്കെങ്ങനെയാണ് ഹൃദയത്തിന് ശാന്തി ഉണ്ടാവുക? 13 വർഷം ആളിക്കത്തുന്ന ഈ അഗ്നി ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും എൻ്റെ ഹൃദയം വേദനിച്ചു. എന്തുകൊണ്ട്? വിദിതേ മേ ഹൃദയം ഭീമവാക്ഷല്യ പീഡിതം യോയമദ്യ മഹാബാഹു ധർമ്മമേവാനുപശ്യതി. ഭീമസേനനിലായിരുന്നു എൻ്റെ എല്ലാ പ്രതീക്ഷയും. അദ്ദേഹത്തിന് പ്രതികാര ബുദ്ധി കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ ഹൃദയം പിളർന്ന രീതിയിലാണ് ഭീമന്റെ വാക്കാകുന്ന ശൂലം എൻ്റെ ഹൃദയത്തെ പിളർത്തിയിരിക്കുന്നു. ദുശാസനൻ മുടി വിളിച്ച സമയത്തുണ്ടാകുന്ന അതേ വേദന, അതിനേക്കാളോ മറ്റോ വേദന ഭീമന്റെ ഈ ധർമ്മത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രേമം. ധർമ്മം മാത്രം കാണുക, തൻ്റെ പത്നിയോട് തനിക്കുണ്ടായ അപമാനം മറന്നുകൊണ്ട് ധർമ്മത്തെ മാത്രം കാണുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ പിളർക്കുകയാണ് എന്ന് പറഞ്ഞു പാഞ്ചാലി ഉറക്കെ കരഞ്ഞു. ബാഷ്പഗദ്ഗതയായി കണ്ഠേനായ തലോചന, ബാഷ്പരുദ്ധേന കണ്ഠേനായ തലോചന. ആ സുന്ദരിയുടെ ഈ നീണ്ട് വിടർന്ന താമര കണ്ണുകളിൽ നിന്നും ചുടുകണ്ണീരെന്ന് വ്യാസൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ദ്രവീഭൂതം ഇവ അത്യുഷ്ണം മുഞ്ചന്തി വാരിനേത്രജം. ചുടുകണ്ണീര് ധാരധാരയായിട്ട് വന്ന് അവളുടെ സ്തനങ്ങളെ നനച്ചുകൊണ്ട് താഴോട്ട് വീഴാൻ തുടങ്ങി എന്ന് പറയുന്നു. പാഞ്ചാലിയുടെ ആ ഏറ്റവും ആ ദുഃഖം എന്ന് വെച്ചാൽ തൻ്റെ ആ നഷ്ടപ്പെട്ട മാനത്തിന് പകരം ചോദിക്കാൻ തൻ്റെ ഭർത്താക്കന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതി അത് പറയേണ്ടത് ആരോടാണ്? വിശ്വനായകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട് തന്നെ പറഞ്ഞ് വിലപിക്കുകയാണ് ധർമ്മപത്നിയായ പാഞ്ചാലി ദേവി. എന്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ മറുപടി എന്ന് നോക്കണം. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യമേ പറഞ്ഞു, പാഞ്ചാലിയോട് എനിക്കൊരു കടമുണ്ട്, തീർത്താൽ തീരാത്ത ഒരു കടമുണ്ട്. എന്താണ്? ഏറ്റവും ദുഃഖമെന്ന സമയത്ത് എന്നെയാണ് വിളിച്ചത്. ആ കടം വീട്ടാതെ എനിക്ക് മനസ്സിന് സമാധാനമില്ല എന്ന് ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വാക്കുകൾ എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്.